ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ വൺ യൂട്യൂബ് ചാനൽ എത്തിക്സ് യൂസിങ് കോമൺ സെൻസ് സീരീസ്. സോ നമ്മൾ ഇന്ന് ഹ്യൂമൻ വാല്യൂ സീരീസ് കണ്ടിന്യൂ ആയിരിക്കും. സോ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വാല്യൂ ഈസ് കമ്മിറ്റ്മെൻറ്റ്. സോ ജോ, എന്താണ് കമ്മിറ്റ്മെൻറ്റ്? കമ്മിറ്റ്മെൻറ്റിനെ പറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളിടുന്ന ഡെഡിക്കേഷനെയും പാഷനെയാണ് നമ്മൾ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. സോ കമ്മിറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് എ ഡെഡിക്കേഷൻ ആൻഡ് പാഷൻ വി പുട്ട് ഓൺ അച്ചീവിങ് എ ടാസ്ക് ഓർ എ ഗോൾ. സോ നമുക്ക് എക്സാമ്പിൾസോട്ട് നോക്കാം. സോ പേഴ്സണൽ ലെവൽ എക്സാമ്പിൾ. പേഴ്സണൽ ലെവൽ എക്സാമ്പിൾ എന്താ, ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുന്നു, നിരന്തരമായിട്ട് എക്സാമിനെ ഫേസ് ചെയ്യുന്നു, അവസാനം എക്സാം വിജയിക്കുന്നു. അത് ആ കുട്ടി അതിനിട്ട ഡെഡിക്കേഷനും അതിൻ്റെ പാഷനും കൊണ്ടാണ്. ഓക്കെ, സോ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതും നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നൊരു കാര്യമാണ്. സോ നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾ നോക്കിയാലോ? ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ എഫേർട്ടിന് ശേഷമാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് കിട്ടിയത്. അപ്പോൾ ആ ഫ്രീഡം ഫൈറ്റേഴ്സ് ഇട്ട കമ്മിറ്റ്മെൻ്റാണ് ഫൈനൽ ഒരു റിസൾട്ടായിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾ. നമ്മുടെ മോഡേൺ ഇന്ത്യയിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇനി നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ നോക്കാം അല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോയമ്പത്തൂർ ഉണ്ടായിരുന്ന കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഡിസ്ട്രിക്ട് കളക്ടർ TN ഹരിഹരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് മെഡിക്കൽ എക്സ്പേർട്സ് ആയിട്ട് NGOs ആയിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഓക്സിജൻ സപ്ലൈ എൻഷുർ ചെയ്തു, പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ എൻഷുർ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. സോ അതായിരുന്നു നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ. നമുക്കിനി കണ്ടംപററി ലെവൽ എക്സാമ്പിൾസ് നോക്കാം. കണ്ടംപററി ലെവൽ എക്സാമ്പിൾ ഒരു സ്പോർട്സ് പേഴ്സണിനെ കൊണ്ടുവരാം. ഇപ്പോൾ അനിൽ കുംബ്ലെ 2002 വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഒരു മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ജോ ഫ്രാക്ചേർഡായി. ഫ്രാക്ചേർഡ് ആയ ശേഷവും ആ മാച്ചിൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റാണ്. പിന്നെ റീസെൻ്റായിട്ട് ഇപ്പോൾ ഋഷഭ് പന്ത് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് മാച്ച് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെഗ് ഫ്രാക്ചർ ആയായിരുന്നു. എന്നിട്ടും അദ്ദേഹം സെക്കൻഡ് ഇന്നിങ്സ് കണ്ടിന്യൂ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ടുവേഴ്സ് ദ സ്പോർട്സ് ആണ്. സോ അതായിരുന്നു നമ്മുടെ കണ്ടംപററി ലെവൽ എക്സാമ്പിൾ. സോ നമുക്കിനി ഒരു ഇൻ്റർനാഷണൽ ലെവൽ എക്സാമ്പിൾ നോക്കാം. ഇൻ്റർനാഷണൽ ലെവൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മദർ തെരേസയെ എടുക്കാം. ആ മദർ തെരേസയുടെ കമ്മിറ്റ്മെൻറ്റ് ടുവേഴ്സ് ദ ഹ്യൂമാനിറ്റി, അത് വലിയൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. സോ മദർ തെരേസ ആൻഡ് അവർ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഹ്യൂമാനിറ്റി ആണ് നമ്മളെടുത്ത ഇൻ്റർനാഷണൽ ലെവൽ എക്സാമ്പിൾ. സോ ദാറ്റ്സ് ഓൾ ഫോർ കമ്മിറ്റ്മെൻറ്റ്. ഫോർ നോട്ട്സ്, check the link in the description. So make sure to subscribe our channel. Thank you all. Thank you and have a great day.